ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. എമ്പുരാന്റെ ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്തു, കണ്ടു. മലയാളത്തിൽ മാത്രമല്ല കേട്ടാ, തമിഴില്, തെലുങ്കില്, കന്നഡയില്, ഹിന്ദിയില് എല്ലാം കണ്ടു. ഇന്റർവ്യൂസ് കണ്ടു. അതിന്റെ എല്ലാം കിട്ടുന്ന എല്ലാം കണ്ടന്റ്. ഇതിനകത്ത് ഇന്നലെ ഐമാക്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു, ഐമാക്സിൽ ലോഞ്ച് ഉണ്ടായിരുന്നു, അതും കണ്ടു. എല്ലാം കാണുന്നു. എംപുരാന് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ആൻഡ് ഇന്നലെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ആ ട്രെയിലർ കണ്ട ഒരു 3 മിനിറ്റ് 5-7 മിനിറ്റ് വീഡിയോ മാത്രമാണ് ഇട്ടത്. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അതിനുള്ളിൽ ഈ ട്രെയിലറിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് ആളുകൾ ഇങ്ങനെ പല സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ മനസ്സിലേക്ക് വരുന്നുണ്ട്. പല ആളുകളുടെ, എന്റെയും നിങ്ങളുടെ എല്ലാവരും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ട്രെയിലർ കണ്ട സമയത്ത്. സോ ആ ട്രെയിലറിനുള്ളിലെ കുറച്ച് രഹസ്യങ്ങൾ, കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ്, കുറച്ച് പ്രഡിക്ഷൻസ് നമ്മൾ പറയേണ്ട, എന്റെ അഭിപ്രായങ്ങൾ, നമ്മളെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സാധനം കയ്യിലുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്. സോ 1 by 1 ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് ടോവിനോന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. ഈ ടോവിനോന്റെ ക്യാരക്ടറിൽ കഴിഞ്ഞ ലൂസിഫറിൽ നമുക്കറിയാം CM അയാളുടെ മകനായിരുന്നു. ഇപ്പോഴത്തെ CM ആണ്, കേരളത്തിലെ CM ആണ്. സോ ഇപ്പോഴത്തെ ഈ എംപുരാനിൽ വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന സമയത്ത് മൂപ്പരുടെ ഗെറ്റപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ആറ്റിറ്റ്യൂഡിൽ, ലുക്കിൽ, ചിരിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ 2-3 പിക്ചറിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അതിലൊരു നെഗറ്റീവ് ഷെയ്ഡ്, ഒരു വില്ലനിസം, ഒരു സംഭവം ചെറിയ രീതിയിൽ മൂപ്പരുടെ ഫേസിലേക്ക് ഉണ്ട്. സോ ഇതിലൊരു സീനിൽ പറയുന്നുണ്ട്, രാംദാസ് പണ്ടത്തെ CM പറയുന്നുണ്ട്, എല്ലാവരും എന്റെ മക്കളല്ല, എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ എന്ന്. ആ രീതിയിൽ എന്തൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഉദ്ദേശിച്ചത് ഈ മഞ്ജു വാര്യരാണ് ഒരു മകളുണ്ട്, പിന്നെ ജിതിൻ രാംദാസ് ഉണ്ട്, പിന്നെ ലാലേട്ടന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എടുത്തു വളർത്തിയ ഒരു മകൻ എന്ന രീതിയിൽ. സോ ശരിക്കും പറഞ്ഞാൽ ഇവരെ പിന്തുടരുന്നവരെല്ലാം എന്റെ മക്കളല്ല, ആരാണോ എന്റെ ലെഗസി അല്ല എന്നെ പിന്തുടരുന്നത് അവരാണ് എന്റെ മക്കൾ എന്ന രീതിയിൽ ഒരു സംസാരം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു പോയിന്റ്, ഒരു ഹിന്റ് തരുന്നുണ്ട് ആരാണ് എന്താണെന്നൊക്കെ. ആൻഡ് ടോവിനോന്റെ വേറൊരു പോസ്റ്റ് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടത്, ഈ പോസ്റ്റാണ് ഞാൻ കണ്ടത്. ഇതിലേക്ക് കാണിക്കുന്ന സമയത്ത് നമ്മള് ഫസ്റ്റത്തെ വില്ലൻ ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നു. അപ്പോ അതില് അതേ സൂട്ട്, അതേ കളർ ഷെയ്ഡുള്ള സൂട്ട് ഇട്ടിട്ടാണ് മൂപ്പര് നടക്കുന്നത്. ബിക്കോസ് ആ ഒരു ക്യാരക്ടറിലേക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിലേക്ക്, ആ ഒരു വില്ലനിസത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഹിന്റാണ് ഇതിൽ കൊടുക്കുന്നതെന്നാണ് എന്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം. സോ ടോവിനോ തോമസിൽ ഞാൻ കരുതുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരിക്കും എംപുരാനിൽ. മേ ബി അത് മാറുമോ ഇല്ലയോ, ക്ലൈമാക്സ് എടുത്തു കൊടുക്കുമ്പോൾ മാറുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ he has that villanism in his ഫേസിലും, ആ ഒരു ചിരിയിലും, ആ ഒരു ക്രൂക്കട്ട് മൈൻഡർ ആയിട്ടുള്ള ഒരു ചിരിയും കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. സോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു വില്ലൻ സപ്പോർട്ടുള്ള, മേ ബി അങ്ങനെ ആയിരിക്കും. ഇനി അതിന്റെ കുറെ കഴിഞ്ഞിട്ട് മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തുടക്കത്തിലും സിനിമയിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു നിഗമനം. ആൻഡ് മെയിൻ വില്ലൻ ടോവിനോ ഒന്നും ആയിരിക്കില്ല. അത് കുറെ സംസാരങ്ങൾ വരുന്നുണ്ട്. മെയിൻ വില്ലൻ ടോവിനോയാണ്, ഡ്രാഗൺ ആണ്, അതൊന്നും അല്ല. ഇത്രയും വില്ല കാസ്റ്റ് ചെയ്തതിൽ അവസാനം ലാലേട്ടനെ എതിരായിട്ടൊരു വില്ലനെ നിർത്തുമ്പോൾ ടോവിനോ ഫഹദിനോ കാര്യങ്ങളൊന്നും നിർത്തില്ല. അതെല്ലാം അഡാറ് വേറെ വില്ലനായിരിക്കും, അതൊക്കെ പിന്നെ പറയാം. പക്ഷെ ടോവിനോ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ആയിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. പിന്നെ ഇതില് പുതിയ കഥാപാത്രങ്ങളായിട്ട് വരുന്നതായാലും ഒറ്റ മേജറായിട്ട് വരുന്നതാണ് നമ്മൾ സുരാജ് വെഞ്ഞാറമ്മൂട് എന്നുള്ളൊരു പൊളിറ്റീഷ്യന്റെ, ഒരു മേജർ പൊളിറ്റീഷ്യന്റെ കഥാപാത്രമാണ് സുരാജ് ഏട്ടൻ അവതരിപ്പിക്കുന്നത്. ഇത് നമുക്കറിയാം IUF അതാണ് ഇപ്പൊ കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി. അതിനെതിരായ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അതിന്റെ പേര് അഖില സംഘ എന്തോ സംഭവങ്ങളാണ്. ആ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ആക്ച്വലി ഈ IUF എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് UDF എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ അഖില ഈ ഒരു മഞ്ഞ കൊടിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ആ ഒരു ശംഖൊക്കെയാണ് അവരെ ചിഹ്നൊക്കെ വരുന്നത്. ഭയങ്കരമായ പ്രതിപക്ഷ പാർട്ടിയാണ് അത്. BJP എന്നൊരു റെപ്രസെന്റേഷൻ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്, IUF ആൻഡ് BJP. അപ്പൊ BJPയുടെ നേതാവായിട്ടാണ് സുരാജ് വെഞ്ഞാറമ്മൂട് വരുന്നത്. അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു പൊളിറ്റിക്കലായിട്ട് കേരളത്തിന്റെ ഇത് സ്ഥിതി കാണിക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് കണക്ഷൻസും, ആ ഒരു റിവെഞ്ചും, ആ ഒരു എതിർ പാർട്ടിയും, ഭയങ്കര ഓപ്പോസിഷൻ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതിൽ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പെട്ടെന്ന് കണ്ടത്, അത് മൂപ്പരാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഷാജോൺ ഇതിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഷാജോൺ തന്നെ ആണോ, അല്ലെങ്കിൽ ആ വേറൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഷാജോന്റെ അടുത്ത് തന്നെ വേറൊരു ലൂസിഫറിൽ ഒരാളുണ്ടായിരുന്നു. ഇനി അങ്ങേരാണോ ഷാജോൺ ആണോ എന്നറിയില്ല. ഇത് എങ്ങനെ ഷാജോൺ ആണെങ്കിൽ ഷാജോൺ മരിച്ചു പോയാണ് കഥാപാത്രം. ഇനി എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നു ലൂസിഫറിൽ കുറച്ച് ഭാഗങ്ങൾ പഴയ സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ
പഴയ കാലത്ത് അത് പഴയ കാലം കാണിക്കുന്ന സമയത്ത് അതിന്റെ കുറച്ച് സീൻസ് വരുന്നുണ്ടോ സംശയമുണ്ട്. അതിൽ ഈ സ്റ്റില്ലിൽ അത് ക്ലിയർ അല്ല ഫേസ്, എന്നാലും എനിക്കൊരു സംശയം ഇത് നമ്മുടെ ഷാജോൻ തന്നെയാണ്, ഷാജോൻ അവതരിപ്പിച്ച കഥാപാത്രം തന്നെയാണ്. ആൻഡ് ബൈജൂനൊന്നും കാണിക്കുന്നില്ല ട്രെയിലറിൽ. അങ്ങനെ ബൈജൂനൊക്കെ കാണിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ബൈജൂന് വേണം. ആൻഡ് മണിക്കൂട്ടനുണ്ട് പുതിയ ആളായിട്ട്. മണിക്കൂട്ടനൊന്നും ക്യാരക്ടർ അങ്ങനെ റിവീൽ ആയിട്ടില്ല അതിന്. സോ അങ്ങനെ കുറച്ച് പുതുമുഖങ്ങളും കാര്യങ്ങളും കയറി വരുന്നുണ്ട്, ഇതുവരെ കാണാത്ത കുറച്ച് ക്യാരക്ടേഴ്സ്. പിന്നെ നമ്മളെ ഖുറേഷി എബ്രഹാമിന്റെ ആ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗൈസ്, ഒന്നാമത്തെ കാര്യം ലാലേട്ടന്റെ ലുക്ക് അപാര ലുക്കാണ്. ലുക്ക് വൈസ് നമ്മൾ ആ ലാസ്റ്റിൽ, അതായത് ലൂസിഫറിൽ ക്ലൈമാക്സിൽ കണ്ട ആ ലുക്കാണ് ഇതിലുടനീളം നമുക്ക് എബ്രഹാം ഖുറേഷിയിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഗണ്ണും കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് പൃഥ്വിരാജ് എടുക്കുന്ന തോക്കും ലാലേട്ടന്റെ കയ്യിലുള്ള തോക്കും അതിലൊക്കെ KA, അതായത് ഖുറേഷി എബ്രഹാം എന്നുള്ള ഒരു സിമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നെക്സസ് ഗ്രൂപ്പിന്റെ തലവൻ തന്നെയാണ്. നെക്സസ് ഗ്രൂപ്പിന്റെ തലവൻ മൂപ്പര് പോവാത്ത കൺട്രീസ് ഇല്ല. അതിൽ ചൈന കാണിക്കുന്നുണ്ട്, ലണ്ടൻ കാണിക്കുന്നത്, സെനഗൽ, സെർബിയ, അങ്ങനെ കുറെ ലണ്ടൻ, അങ്ങനെ വേറെ എന്തല്ല കുറെ കൺട്രീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കൺട്രീസിലൊക്കെ സാന്നിധ്യമുള്ള ഒരു നെക്സസ് ഗ്രൂപ്പിന്റെ, വേൾഡ് വൈഡ് ഉള്ള ഒരു നെക്സസ് ഗ്രൂപ്പിന്റെ, ലോകത്തിന്റെ അതിലുള്ള എന്താണ് എക്യുപ്മെന്റ്സ്, ഗണ്ണൊക്കെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഗോൾഡൊക്കെ ഡീൽ ചെയ്യുന്ന, ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഒക്കെ ഡീലേഴ്സ്, വേൾഡ് വൈഡ് ഡീലേഴ്സ്, നെക്സസ് ഗ്രൂപ്പിന്റെ ഒക്കെ തലവനായ ഖുറേഷി എബ്രഹാമിനെ ഉടനീളം കാണിക്കുന്നുണ്ട്. ആൻഡ് സായിദ് മസൂദിൽ ഇത് ആക്ച്വലി എംപുരാനിൽ ലൂസിഫറിലെ സമയത്ത് നമുക്ക് ആ ക്ലൈമാക്സ് രംഗത്തെ സായിദ് മസൂദ് വന്നിട്ടുള്ളൂ. ഇതിൽ വരുന്ന സമയത്ത് സായിദ് മസൂദിനെ ഒന്നും കൂടി എലവേറ്റ് ചെയ്തിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ടീച്ചറിലെ മറ്റേ കാറ്റർ പോസ്റ്റെല്ലാം കണ്ടപ്പോൾ ഒരു കുടുംബമുണ്ട്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണെന്ന് അറിയില്ല, ആ ഒരു കുടുംബത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിലാണ് മറ്റേ ആള് വരുന്നത്. മറ്റൊരു 6 അടി പൊക്കത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ല നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ട തോക്കും പിടിച്ചിട്ട്, അതും ആ മൂപ്പര പൃഥ്വിരാജിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ അതിൽ കണക്ഷൻ ഉണ്ട്. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് കുറെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ അതിന്റെ ഇടക്കാണ് ഈ ഖുറേഷി വരുന്നതും ഖുറേഷി ഇവരെ രക്ഷപ്പെടുന്നതും ഫാമിലിയുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു തരുന്നത്. സോ ഈ സിനിമയിൽ എന്ന് പറയുന്നത് ഈ സയ്യിദ് മസൂദ് എങ്ങനെയാണ് എമ്പുരാൻ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം കണ്ടുമുട്ടുന്നത്, അവരുടെ ലോകത്തേക്ക് എങ്ങനെയാണ് ഇവരുണ്ടാരും ഒന്നിക്കുന്നത്, അവർ തമ്മിലുള്ള ബന്ധം കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റായിട്ട് കാണിക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തെയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഇതിൽ നമുക്ക് മറ്റേ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ആ ഒരു നടനുണ്ടല്ലോ, മൂപ്പര് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതേപോലെ റോ ഏജന്റ് ആയിട്ട് ഒരു പെണ്ണ്, ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട്, പേര് ഞാൻ മറന്നുപോയി. ഈ 2 കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഖുറേഷി എബ്രഹാമിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു നെക്സസ് ടീമിനെതിരെ നേരിടാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു റോ ഏജന്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, ആർമി ഓഫീസർ എന്ന രീതിയിലാണ്. ആൻഡ് ആ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ശത്രുവിന്റെ ശത്രു മിത്രമാകും അല്ലെങ്കിൽ മിത്രമാവാം എന്നുള്ള രീതിയിൽ. സോ ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്ന സംഭവം ഒന്നെങ്കിൽ എബ്രഹാം ഖുറേഷിന്റെ ശത്രു, അത് കബൂഗ ആകാം, നമ്മുടെ മെയിൻ വില്ലനാകാം. അപ്പൊ അവരെ നമ്മൾ കൂടെ കൂട്ടണം, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷിനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും. അതായത് കബൂഗേനെയോ അല്ലെങ്കിൽ മറ്റേ ആ വില്ലനെയോ നേരിടാൻ വേണ്ടിയിട്ട് എബ്രഹാം ഖുറേഷിനെ ഇവരുമായിട്ടുള്ള ജോയിന്റ് സെറ്റപ്പ് ആണോ എന്നുള്ളതും പറയാൻ പറ്റും. എനിവേ ഇവർ കാണിക്കുന്നത് എബ്രഹാം ഖുറേഷി ഈ ഒരു നെക്സസ് ഗ്രൂപ്പിനെതിരായിട്ട് വരുന്ന ടീമാണ്, അമേരിക്കൻ US ബേസ്ഡ് ആർമി റോ ഏജന്റ് ടീമാണ് ഇവരെ എതിരെ വരുന്നത് എന്നുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ വില്ലനെ കുറിച്ചിട്ട് ഭയങ്കരമായ ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ്? ഒന്നെങ്കിൽ ഫഹദ് ഫാസിലാണ്, അല്ലെങ്കിൽ വേറെ അർജുൻ രാംദാസോ, അർജുൻ ഉണ്ടല്ലോ മറ്റേ കൈത്തിയിലെ, അവനാണോ? അവരെ പേര് കേൾക്കുന്നുണ്ട്. അതൊക്കെ പല പേരുകളും കേൾക്കുന്നുണ്ട്. ഫഹദിന്റെ പേര്, ഫഹദിന്റെ ലുക്കും കാര്യങ്ങളും വെച്ച് ഫഹദാണോ എന്നുള്ള സംശയമുണ്ട്. ഇനി ടോവിനെ ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ടോവിനോ ഫഹദും കാര്യങ്ങളൊന്നല്ല. എന്തായാലും ഈ ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു വില്ലെന്ന് പറയുന്നത് മേ ബി നല്ല എന്തായാലും ഒരു ഫോറിൻ ആക്ടേഴ്സ് തന്നെ ആയിരിക്കും. ബിക്കോസ് ലാലേട്ടനെതിരെ എന്ന് പറയുന്ന സമയത്ത് ടോവിനെ വെച്ചിട്ടോ ഫഹദിനെ വെച്ചിട്ടോ ഖുറേഷി എബ്രഹാമിന്റെ എതിരെ വെക്കില്ല എന്തായാലും. അത് അത്രയും വലിയൊരു മണ്ടത്തിലൊന്നും ചെയ്യില്ല. എന്തായാലും നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിനിമയിലൊക്കെ പ്രശസ്തനായ ഒരാളായിരിക്കും ഒരു ലുക്കിൽ വരുന്നത് എന്നുള്ളതാണ്. അതും ഈ ഒരു എന്താണ്, നമുക്കിപ്പോ കൽക്കി കണ്ടില്ലേ, കൽക്കിയിൽ ആ ഒരു കഥ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ കമലഹാസനാണ്. കമലഹാസന്റെ ഇനി റോള് വരാനുള്ളതേ ഉള്ളൂ, 3rd സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത് മൊത്തത്തിൽ. അപ്പൊ അതേപോലെ ആയിരിക്കും ചിലപ്പോൾ ഇതിലും, മേ ബി അങ്ങനെ ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ മൂന്നാമത്തെ ഫ്രാഞ്ചൈസി ചിത്രത്തിൽ ഇനി മെയിൻ അതിനേക്കാളും മെയിൻ വില്ലൻ അത് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വില്ലന്റെ കാര്യത്തിൽ യാതൊരു ഹിന്റും നമുക്ക് തന്നിട്ടില്ല. 2 പോസ്റ്റർ, ഒന്ന് പോസ്റ്ററിൽ തിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ, ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു നടന്നു പോകുന്നത്, അത് ബ്ലാക്കിലും വൈറ്റിലാണ്. ഫസ്റ്റ് നമ്മൾ വൈറ്റിൽ കണ്ടു, ഇപ്പൊ ബ്ലാക്കിൽ കാണുന്നു, ഡ്രാഗൺ ഉണ്ട്. അതാരാണ് എന്താണ് എന്നുള്ള യാതൊരു ഹിന്റ് നമുക്ക് കിട്ടുന്നില്ല. കുറെ ആളെ പേര് കേൾക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ആക്ടേഴ്സിന്റെ പേരൊക്കെ, അതൊക്കെ ഇനി വരുമ്പോൾ 27 6 ദിവസം കഴിഞ്ഞ് കാണാം.
എന്തായാലും ഖുറേഷിക്ക് പറ്റിയൊരു എതിരാളി അത് തന്നെ ആയിരിക്കാം ഇല്ല. അത് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഇതുവരെ നമ്മൾ വിചാരിച്ചു ഖുറേഷിനെ ഒന്ന് തൊടാൻ പോലും ധൈര്യമുള്ള ടീം ഈ ലോകത്ത് എവിടെയില്ല. പക്ഷെ അങ്ങനെയല്ല. ആ കേട്ടത് തെറ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട സമയമാണ് ഈ എംപുരാനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു. സോ അത്രയും ശക്തനായ അത്രയും ഭീകരമായ ഒരു ഐറ്റാണ് വരാൻ പോകുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് ഭയങ്കരമായ വൈൽഡ് ഗസ് ആണ് കേട്ടോ. വൈൽഡ് ഗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു 1% ചാൻസും കൂടി ഇല്ല. പക്ഷെ ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, അത് എൻ്റെ ഒരു മനസ്സിലുള്ളത് പറഞ്ഞാൽ ഒരു സീനുണ്ട്. ആ ലാസ്റ്റ് സീനിൽ ലാലേട്ടൻ ഇങ്ങനെ വരുന്നു, ബാക്കിലെ പൃഥ്വി വരുന്നുണ്ട്, പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് നോക്കുന്നത് ലാലേട്ടനെയാണ്. അങ്ങനെ എന്റെ കണ്ണ് അങ്ങനെ പോയി, അങ്ങനെ ഞാൻ പറയുന്നതാണ്. അതിൽ വേറൊന്നും വിചാരിക്കണ്ട. ഇത് മണ്ടത്തരായിരിക്കാം, മേ ബി ആയിരിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി സയ്യിദ് മസൂദോ മറ്റോ ലാലേട്ടനെതിരെ വരുവോ, ഖുറേഷി എബ്രഹാമിനെതിരെ തിരിയോ? അങ്ങനെ തിരിയാൻ യാതൊരു ചാൻസും ഇല്ല. ബിക്കോസ് ഇതെന്ന് പറയുന്നത് അവരെ ബന്ധം കാണിക്കുന്ന സിനിമയാണ്. ആരാണ് സയ്യിദ്, ആരാണ് എംപുരാൻ, സ്റ്റീഫൻ നെടുമ്പള്ളി, അവരുടെ പടത്തലവനാണ് സയ്യിദ് മസൂദൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആവില്ല ഒരിക്കലും. പക്ഷെ എന്തോ അങ്ങനെ ആവില്ല. പക്ഷെ ഞാനൊരു വൈൽഡ് ഗസ്റ്റ് പറഞ്ഞായിട്ട് മൈൻഡ് ആക്കണ്ട. വൺ മോർ കാര്യം, ഈ ഐമാക്സിന്റെ ഒരു പോസ്റ്ററിൽ, അതേപോലെ ഇപ്പൊ ട്രെയിലറിൽ ലാസ്റ്റ് ഒരു സീനിൽ ലാലേട്ടൻ പൃഥ്വി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അതില് ലാലേട്ടന്റെ വേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ഉടനീളം കണ്ട പോലെ ആ ഒരു ഓവർകോട്ട്, കറുത്ത ഓവർകോട്ട്, അതിൽ ഫുള്ള് കുറച്ച് ആഷൊക്കെ ആയിട്ടുണ്ട്. ഈ ബോംബും കാര്യങ്ങളും പൊട്ടിത്തെറിച്ചിട്ട്, കണ്ണടയൊന്നുമില്ല, ഗ്ലാസ് ഒന്നും വെച്ചില്ല, നടന്നു വരുന്നത്. ഇപ്പുറം സൈഡിൽ പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജ് നല്ല ബ്ലാക്ക് കുർത്തിയും ആ ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ലാലേട്ടനേക്കാൾ ഹൈറ്റും ഉണ്ട് പൃഥ്വിരാജ്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പൃഥ്വിരാജാണോ മെയിൻ എന്നുള്ളൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ തോന്നി. ഇതിപ്പോ ഇവൻ രജനീകാന്തിന്റെ കൂടെ മോഹൻലാൽ നടന്നു വന്നാലും ലാലേട്ടനാണ് ആ സ്ക്രീൻ പ്രസൻസ്. അത് ലാലേട്ടന്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കൂ. പക്ഷെ ഇതില് പെട്ടെന്ന് എനിക്ക് ലാലേട്ടന്റെ ആ ഒരു കളർ, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു സ്റ്റൈല്, അല്ലെങ്കിൽ മേ ബി എന്തോ ഒരു കുറഞ്ഞ പോലെ, മേ ബി ഹൈറ്റിലായിരിക്കാം, എന്തോ ഒരു സംഭവം സൈഡ് ആയതുപോലെ ചെറിയ മൈന്യൂട്ടായിട്ട് എനിക്ക് തോന്നി പൃഥ്വിരാജ് ആ ലുക്കിലും ആ സ്വാഗിലും നടന്നു വരുന്ന സമയത്ത്. മേ ബി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് എന്റെ കണ്ടുപിടുത്തങ്ങൾ. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ. എനിവേ, ഈ കണ്ടുപിടുത്തങ്ങൾ സൈഡിൽ മാറ്റി നിർത്തുക. നമുക്ക് എംപുരാന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഭയങ്കരമായ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് പ്രീ സെയിൽസിലും പ്രീ ബുക്കിങ്ങിലും ബുക്ക് മൈ ഷോയിലും. ലിയോനെയും അല്ലെങ്കിൽ പുഷ്പേനൊക്കെ ആദ്യത്തെ 1 hourനുള്ളിൽ ബുക്ക് മൈ ഷോയിൽ 93,000 ടിക്കറ്റ് വിറ്റുകൊണ്ടാണ് എംപുരാൻ കടത്തി വെട്ടിയിരിക്കുന്നത്. ഇനി ലിയോ ഒന്നും ഇല്ല. ലിയോ കേരളത്തിലിട്ട റെക്കോർഡ് നമുക്ക് തന്നെ സ്വന്തം, മലയാളികൾക്ക് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ വരുന്നുണ്ട് മാർച്ച് 27. തകർന്നടി. ഇനി എത്ര റെക്കോർഡുകൾ തകരും നമുക്ക് കണ്ടറിയാം. പാൻ ഇന്ത്യ കത്തും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. സോ കട്ട വെയിറ്റിംഗ് ഫോർ ഖുറേഷി എബ്രഹാം ആൻഡ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഈസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.